എല്ലാവർക്കും നമസ്കാരം. പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു, നമ്മൾ സംസാരിച്ച് നിർത്തിയത് എവിടെയായിരുന്നു? മോശ സീനായി പർവ്വതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അടുത്ത് നിന്നും ഇറങ്ങി വരികയാണ്. കയ്യിൽ എന്താ ഉള്ളത്? ദൈവം എഴുതി കൊടുത്ത 10 കൽപ്പനകൾ, അതുമായിട്ട് ഇസ്രായേൽ മക്കളുടെ അടുത്തോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇറങ്ങി വരുമ്പോൾ വഴിക്ക് വെച്ചിട്ട് നമ്മൾക്കറിയാം വലിയ ശബ്ദ കോലാഹലങ്ങളൊക്കെ കേൾക്കുന്നു. അപ്പോൾ മോശയ്ക്ക് കാര്യം മനസ്സിലായി, കാരണം ഓൾറെഡി ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മോശ അവിടെ വന്ന് നോക്കുമ്പോൾ എന്താണ്? ആ ഒരു വിഗ്രഹത്തിൻ്റെ മുൻപിൽ നിന്ന് ഇവരിങ്ങനെ നൃത്തം ചെയ്ത് ആരാധിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്കൊരു ചരിത്രം കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ പർവ്വതത്തിലോട്ട് മോശ കയറി പോകുന്നതിന് മുൻപേ എന്താണ്? ഒരാളെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആരെയാ? യോശുവനെ നിർത്തിയിട്ടുണ്ടായിരുന്നു യോശുവ ആരാ? മോശയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. ആര്? യോശുവ എന്ന് പറയുന്നത്. യോശുവ അപ്പോൾ പറഞ്ഞു അവിടെ എന്തോ യുദ്ധകാഹളം കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മോശ പറഞ്ഞു അല്ല, അവിടെ എന്താണ്? പ്രതിഗാനം ചെയ്യുന്ന ആൾക്കാരുടെ ശബ്ദമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് അവിടെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ മോശ ഇത് ഡയറക്റ്റ് കാണുകയാണ്. അവർ വിഗ്രഹത്തിൻ്റെ മുൻപിൽ ഇരുന്ന് നൃത്തം ചെയ്യുന്നത് കാണുകയാണ്. എന്നിട്ട് മോശ അപ്പോൾ അഹറോനയോട് ദേഷ്യപ്പെട്ടു, അഹറോനോട് കോപിച്ചു, അഹറോനോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ജനത്തെ കെട്ടഴിച്ച് വിട്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അഹറോൻ പറയുകയാണ്, അഹറോൻ തന്നെ ന്യായീകരിച്ച് പറയുകയാണ്, ഈ ജനം ഒട്ടും പറഞ്ഞ അനുസരിക്കുന്നവരല്ല. അവർ ഞങ്ങൾക്ക് മുൻപേ നടക്കുവാനൊരു ദൈവത്തെ ഉണ്ടാക്കി തരുവാൻ പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ ആഭരണങ്ങൾ, അവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അവരുടെ ആഭരണങ്ങൾ പറിച്ചെടുത്തോണ്ട് വരുവാൻ ഞാൻ അവരോട് പറഞ്ഞെന്ന്. എന്ന് വെച്ചാൽ അവർ ആഭരണങ്ങൾ എങ്ങനെ അവർക്ക് കിട്ടിയത്? അവർ മിസ്രൈമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ദൈവം അവരോട് പറഞ്ഞിരുന്നു മിസ്രൈമിനെ കൊള്ളയടിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരുടെ വെള്ളി ആഭരണങ്ങളും സ്വർണ്ണ ആഭരണങ്ങളും ഒക്കെ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ദൈവം അത് മേടിച്ചുകൊണ്ട് വരാനേ ഇവരോട് പറഞ്ഞുള്ളൂ, ഇവരോട് ഇടാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവരതങ്ങ് ധരിച്ചു. എന്ന് വെച്ചാൽ അവിടെ മിസ്രൈമി സ്ത്രീകൾ എന്താണ്? അവിടെ ആഭരണം ഇടുന്നവരാണ് അതുകൊണ്ട് ഇവരും എന്ത് ചെയ്തു? അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇടുവാനായിരിക്കും ദൈവം ഞങ്ങളോട് ഇത് മേടിക്കാൻ പറഞ്ഞതെന്ന് വിചാരിച്ച് അവരെന്ത് ചെയ്തു? ആഭരണം ഇട്ടു. അതുകൊണ്ടാണ് ഇത് പറിച്ചു കൊണ്ടുവരുവാൻ പറഞ്ഞെന്ന് അഹറോൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇവരുടെ ആഭരണങ്ങൾ ഊരിക്കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ ആ ഒരു തീയിലോട്ട് അത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു കാളക്കുട്ടി പുറത്തു വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നോക്കിക്കുക, ഇതെന്താ? ഈ ആഭരണം ഊരി അങ്ങോട്ടിട്ടപ്പോൾ ഈ കാളക്കുട്ടി പുറത്തു വരുവാനുള്ള കാരണം എന്താ? അത് ചിന്തിച്ചിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണെന്നറിയാമോ ഒരു കാളക്കുട്ടി പുറത്തു വന്നത്? നമ്മൾക്കറിയാം മിസ്രൈമിൽ ആരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ വിഗ്രഹങ്ങളെ അന്യാരാധന അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അന്യ ദൈവങ്ങളെ പ്രസാദിപ്പിക്കുവാൻ അക്കാലങ്ങളിൽ സ്ത്രീകൾ എന്താണ്? ഒത്തിരി ആഭരണങ്ങൾ ധരിക്കും. അന്നത്തെ ആ ഒരു എന്താ പറയുക, അവരുണ്ടാക്കുന്ന ആ ഒരു അവരുടെ അതാത് ദേശത്ത് ഭരിച്ചിരുന്ന എന്താണ് ദേവന്മാരുടെ രൂപങ്ങളൊക്കെ ഇവരെന്താണ് കഴുത്തിലും കാതിലും ഒക്കെ ഇവർ കെട്ടിത്തൂക്കും. അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ചരിത്രം പഠിക്കാൻ പോയാൽ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. എല്ലാം ഗൂഗിളിൽ പോയി നോക്കിയാൽ മതി. നമ്മൾക്ക് ടൈം ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റോടെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി ഒന്ന് സെർച്ച് ചെയ്താൽ നമ്മൾക്ക് അതിൻ്റെ ചരിത്രങ്ങളൊക്കെ നമ്മൾക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്, അവരുടെ ആഭരണത്തിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ വരും, എന്തുകൊണ്ടാണ് ദൈവം അപ്പോൾ ഇത് മേടിക്കാൻ പറഞ്ഞതെന്ന്? നമ്മൾക്കറിയാം അന്നും ഇന്നുമൊക്കെ സ്വർണം വെള്ളി ആഭരണങ്ങൾക്ക് എന്താണ്? വാല്യൂ ഉണ്ട് വാല്യൂ ഉണ്ടെന്ന് വെച്ചാൽ എന്താണ്? അതൊരു ഒരു അസറ്റാണ്. അപ്പോൾ ഇതവർ ആ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും അവർ പല ആഭരണങ്ങൾ ഉണ്ടാക്കിയതേ അന്ന് മിസ്രൈമി സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കരത്തിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് മേടിച്ചുകൊണ്ട് വരാനാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ആ അസറ്റ് നമ്മൾക്ക് കിട്ടണം, ആ ഒരു നമ്മൾ അധ്വാനിച്ചതിൻ്റെ ആ ഒരു റിസൾട്ട് നമ്മൾക്ക് കിട്ടണം, അതുകൊണ്ട് പൈസ കിട്ടണം, അതിനകത്ത് മേടിച്ചുകൊണ്ട് വരാനാണ് പറഞ്ഞത്. പക്ഷേ ഇവരതെന്ത് ചെയ്തു? അവർ ധരിച്ചു. അപ്പോൾ ഇവരത് ധരിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ്? ഇവർക്ക് പിന്നെ അന്യാരാധനയിലേക്ക് അതേ വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് പോകുവാനുള്ള മനസ്സ് ഇവർക്ക് വന്നു. അതുകൊണ്ടാണ് ഇവർ പറഞ്ഞത്, ഇവരവിടെ കണ്ടു മിസ്രൈമിൽ ഇവർ കണ്ടു. ആരെ കണ്ടു? ഇങ്ങനത്തെ വിഗ്രഹങ്ങളുടെ മുൻപിൽ അവിടെ ജനങ്ങൾ നൃത്തം ചെയ്യുന്നതും ആരാധിക്കുന്നതും കണ്ടു. അപ്പോൾ ഇവർക്ക് പരിചയമല്ല. ഇവർ വിചാരിച്ചു ഞങ്ങൾക്ക് രൂപമില്ലാത്ത ഒരു ദൈവമോ, അതുകൊണ്ട് ഇവർക്കത് അംഗീകരിക്കുവാനായിട്ടങ്ങ് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവർ അങ്ങനെ ആഭരണം ഊരിക്കൊടുത്ത ഒരു വിഗ്രഹമായിട്ട് പുറത്തു വന്നപ്പോൾ അതവരെ സന്തോഷിപ്പിക്കുവാനായിട്ടിടയായത്. എന്നിട്ടും അഹറോൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് മോശെ കൽപ്പലകൾ ഒടിച്ചു കളഞ്ഞതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതിനുശേഷം എന്താണ്? അതിനുശേഷം അവിടെ മോശ എന്നിട്ട് ഭയങ്കര കോപം ജ്വലിച്ചിരിക്കുകയാണ്. കാരണം മോശ ദൈവത്തിൻ്റെ കൂടെ ഇരുന്നിട്ട് ഇറങ്ങി വരുമല്ലേ, ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യവും എല്ലാം അറിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ മോശയ്ക്ക് ഭയങ്കര കോപം ജ്വലിച്ചു. എന്നിട്ട് മോശ എന്ത് പറഞ്ഞു? ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവർ എൻ്റെ സൈഡിലോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു, ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ആരാ മാറി നിന്ന്? ലേവ്യ ഗോത്രം അങ്ങോട്ട് മാറി നിന്നു ലേവ്യരെ ആരെ ദൈവം പുരോഹിതരായിട്ട് നിയമിച്ചത് പുരോഹിതന്മാരായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ അവരിങ്ങോട്ട് മാറി നിന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു എന്താണ്? ഈ വിഗ്രഹം ഉണ്ടാക്കുന്നതിന് ഇതിന് നേതൃത്വം അങ്ങനെയല്ല പറഞ്ഞത്, ഇവരെ അങ്ങ് ഇതിൻ്റെ മറുഭാഗത്ത് നിൽക്കുന്നവരെ അങ്ങ് പോയി അങ്ങ് നിങ്ങളുടെ സ്നേഹിതനാണോ സഹോദരനാണോ ആരാണെന്ന് നോക്കണ്ട, അങ്ങനെയുള്ളവരെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാൻ പറഞ്ഞു. എന്നിട്ട് പോയിട്ട് ഇവർ 3000 പേരെ കൊന്നു കളഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ 3000 അല്ല 6 ലക്ഷം
എന്താ പറയുക, ആണുങ്ങൾ പുരുഷന്മാർ തന്നെ ഉണ്ടായിരുന്നു അല്ലേ അവിടുന്ന് വന്നപ്പോൾ. അപ്പോൾ ഈ 3000 പേരെ എനിക്ക് തോന്നുന്നു 3000 എന്ന് പറയുന്ന കണക്ക് അവിടെ ചിലപ്പോൾ ഇതിന് നേതൃത്വം വഹിച്ചവരായിരിക്കും. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ദൈവത്തെ ഉണ്ടാക്കണം പറഞ്ഞ് നേതൃത്വം വഹിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ അതിനെതിരെ വിഘടിച്ചു നിന്നവരായിരിക്കാം. അങ്ങനെ 3000 പേരെ അവിടെ കൊന്നുകളഞ്ഞു എന്ന് നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു അല്ലേ. അത് കഴിഞ്ഞിട്ട് വീണ്ടും മോശ ദൈവത്തോട് ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ ജനത്തെ നശിപ്പിക്കില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ദൈവം എന്താണ് മോശയോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം, വീണ്ടും നീ എന്തെടുത്തോണ്ട് വരണം, 2 പലക ചെത്തി എടുത്തോണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് മോശ വീണ്ടും ചെന്ന് എന്താണ് ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് ദൈവം മോശയ്ക്ക് എഴുതി കൊടുത്തു അല്ലേ, പിന്നെ നിയമങ്ങൾ എഴുതി കൊടുത്തു. ആ നിയമങ്ങളും ഒക്കെ ആയിട്ട് മോശ ഇറങ്ങി വന്നു അല്ലേ. താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സംഭവം നടന്നു. എന്താണ്, മോശയുടെ ത്വക്ക് അങ്ങ് പ്രകാശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് അങ്ങ് മോശയുടെ മുഖത്ത് നോക്കാൻ തന്നെ അങ്ങ് ഭയമായി, അങ്ങ് ത്വക്ക് പ്രകാശിച്ചിരിക്കുക. എന്ന് വെച്ചാൽ 40 ദിവസം ദൈവത്തോട് കൂടെയാണ് മോശ ഇരുന്നത് അല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു തേജസ് കൊണ്ട് മോശയുടെ ത്വക്കും അങ്ങ് പ്രകാശിച്ചു അല്ലേ. ഇന്ന് നമ്മൾക്ക് എനിക്ക് തോന്നുന്നു, ഇന്ന് നമ്മളുടെ ആത്മീയ കോടത്തിലോട്ട് എടുത്തു കഴിയുമ്പോൾ ഒത്തിരി കൃപ കൂടിയവർക്ക് ഒന്നും കൂടെ മുഖം ഇരുട്ട് വരാറാണ് പതിവ്. എന്തിനാ, അവർ ചിരിക്കാൻ മറന്നുപോകും അല്ലേ, ഒന്ന് സുഖമാണോ എന്ന് ചോദിക്കാൻ മറന്നുപോകും, ഒരു പ്രൈസ് ദി ലോർഡ് പറയാൻ മറന്നുപോകും അല്ലേ. ഇന്ന് കൃപ കൂടിയവർ അങ്ങനെയാണ്. കൃപ കൂടിക്കഴിയുമ്പോൾ എന്താണ്, ഇന്ന് ചിരിക്കാൻ മറക്കും, എന്താണ് പ്രൈസ് ദി ലോർഡ് പറയാനൊക്കെ ഇന്ന് മറക്കും, അല്ലെങ്കിൽ അന്ന് അവോയ്ഡ് ചെയ്ത് വിടും. ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. നമ്മുടെ എന്താ പറയുക, കൈയടിച്ച് പാട്ട് പാടുമ്പോൾ ഇങ്ങനെ ഇവർ ഈ കൃപ കൂടിയ ആൾക്കാരെ മിണ്ടാതെ കൈയും കെട്ടിയിരിക്കുന്നു വെച്ചാൽ ഇതൊക്കെ ഈ സാധാരണക്കാർക്ക് ഞങ്ങൾക്കൊക്കെ ഇത് ആവശ്യമില്ല എന്നുള്ള രീതിയിലിരിക്കും അല്ലേ. എന്നാൽ ഇവിടെ പറയുകയാണ്, മോശ ദൈവത്തിൻ്റെ ആ ഒരു തേജസ്സുള്ള ദൈവത്തിൻ്റെ അടുത്തുനിന്ന് ഇറങ്ങി വന്നപ്പോൾ എന്താ പറ്റിയത്, മോശയുടെ മുഖം അങ്ങ് പ്രകാശിച്ചു അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾക്കറിയാം, അത് കഴിഞ്ഞ് മോശ ദൈവത്തോട് പറയുന്നുണ്ട്, കർത്താവേ അങ്ങനോട് കൃപ തോന്നുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ദൈവം പറയുന്നുണ്ട് മോശയോട്, ഞാൻ നിൻ്റെ കൂടത്തിൽ വരും, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടത്തിൽ പോരും എന്നൊക്കെ പറഞ്ഞ് മോശയോട് സംസാരിക്കുന്നുണ്ട് അല്ലേ. ഒരു സ്നേഹിതനോട് എന്ന പോലെ മോശയോട് ദൈവം സംസാരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെയും സ്നേഹിതനെ പോലെ ദൈവം കണ്ടതറിയാം, അബ്രാഹമിനെ അല്ലേ. ഇവിടെ മോശയാണ് ദൈവം സ്നേഹിതനെ പോലെ കണ്ടിരിക്കുകയാണ്. ഒരു സ്നേഹിതനോട് എന്നതുപോലെ ദൈവം മോശയോട് സംസാരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനു മുൻപേ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനും ഉത്തരവും ഇവിടെ കിടപ്പുണ്ട്. എന്താണെന്നറിയാമോ, നമ്മളുടെ ഈ ആഭരണം ഊരുക ഇടുക എന്നുള്ളതിനെക്കുറിച്ചും ഇന്ന് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരു കൂട്ടർ പറയുന്നു ദൈവം ഊരാൻ പറഞ്ഞിട്ടില്ല, ഒരു കൂട്ടർ പറയുന്നു ഇടാനും പറഞ്ഞിട്ടില്ല, ഊരാനും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടർ ഊരി നടക്കുന്നു, ഒരു കൂട്ടർ ഊരത്തില്ല, അതിനെ എതിർത്തുകൊണ്ടൊക്കെ നടക്കുന്നു. എന്നാൽ വിശുദ്ധ ബൈബിളിനകത്ത് ഈ പുറപ്പാട് പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്നെന്താണ്, ദൈവം ആഭരണം ഇടാൻ അവരോട് പറഞ്ഞിട്ടില്ല. മിസ്രൈമിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്നത് അവരോട് ഇടാൻ പറഞ്ഞിട്ടില്ല അല്ലേ. അവരുടെ കയ്യിൽ വെക്കാനായിരിക്കും ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അവരോട് അത് ഇടാൻ ദൈവം പറഞ്ഞില്ല. അവിടെ കണ്ടത് അവരത് തന്നെ അങ്ങ് പ്രാക്ടിക്കലായിട്ട് ചെയ്തു എന്ന് മാത്രം. എന്നാൽ ഇവിടെ നമ്മുടെ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ദുഷ്ടാഠ്യമുള്ള ജനം, ഞാൻ നിന്നോട് എന്ത് ചെയ്യണമെന്നറിയേണ്ടതിന് നിന്റെ ആഭരണം നീക്കിക്കളയുക എന്ന് ഇസ്രായേൽ മക്കളോട് പറയാൻ മോശയോട് ദൈവം പറഞ്ഞു. അപ്പോൾ ആഭരണം ഊരിക്കളയാൻ ആരാ പറഞ്ഞേ? ദൈവമാണ് ആരോട് പറഞ്ഞത്? മോശയോട് പറഞ്ഞത്. എന്തിനാ പറഞ്ഞത്? നിങ്ങളെ ദുശാഠ്യമുള്ള ജനം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ ദുശാഠ്യമുള്ള ജനത്തിനോട് ആഭരണം ഊരിക്കളയാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആത്മീയ അർത്ഥമുള്ളത്, ഈ ആഭരണം ഇതിൻ്റെ എന്ന് വെച്ചാൽ ഈ ആഭരണം എന്ന് പറയുന്നത് ഈ പാരമ്പര്യം അങ്ങോട്ട് വലിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, മിസ്രൈമിൽ നിന്ന് അവർ വന്നപ്പോൾ അവർ ആഭരണങ്ങൾ മേടിച്ചു അല്ലേ. ആഭരണങ്ങൾ അവർ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്താണ്, ഇവർക്ക് ആ മിസ്രൈമി ആരാധനയോട് ഇവർക്ക് കമ്പം തോന്നി. അതിനായി ഇവർ ഞങ്ങൾക്കൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു അല്ലേ. ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി തരാൻ പറഞ്ഞ് അവരതിൻ്റെ മുന്നിൽ നമസ്കരിച്ചത്. അപ്പോൾ ഇവരെ അങ്ങോട്ട് വലിച്ചത് എന്താണ്? ഈ ആഭരണം. ഈ ആഭരണം എങ്ങനെയുള്ളതായിരുന്നു? ആഭരണം എന്ന് പറയുന്നത് മിസ്രൈമി ദേവന്മാരുടെ പിക്ചറുകളൊക്കെ കൊത്തിയ ആഭരണങ്ങളായിരുന്നു ഇവരെ ധരിച്ചിരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇവരിൽ ആ ഒരു സ്പിരിറ്റ് വ്യാപരിക്കുന്നുണ്ടാകണം. അപ്പോൾ അതുകൊണ്ടാണ് ഇവരോട് എന്ത് പറഞ്ഞത്? അത് ഊരിയപ്പോൾ കാളക്കുട്ടി വന്നു. അതിനുശേഷം ദുശാഠ്യമുള്ള ജനം. അപ്പോൾ ഈ ദുശാഠ്യം ഇവരുടെ ഉള്ളിൽ കയറുവാനുള്ള കാരണം ഈ മിസ്രൈമിലുള്ള ആ ഒരു വിഗ്രഹങ്ങളുടെ ആ ഒരു ശക്തി ഇവരുടെ ആഭരണത്തിലൂടെ ഇവരിലേക്ക് കടന്നിട്ടുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം. അതുകൊണ്ടായിരിക്കുമല്ലോ ദൈവം ഇവർ ദുശാഠ്യമുള്ള ജനമാണ്, അതുകൊണ്ട് ഇവരുടെ ആഭരണം ഊരിക്ക് കളയാൻ പറയുക. അല്ലെങ്കിൽ അങ്ങനെ ഒരു ടോപ്പിക്ക് അവിടെ
വരേണ്ട കാര്യമില്ല അല്ലേ. ദുശാഠ്യമുള്ള ജനമെന്ന് ദൈവത്തിന് പറഞ്ഞിട്ട് അവരുടെ ആഭരണം ഊരാൻ പറയണമെങ്കിൽ ഈ ആഭരണമാണ് ഇവരെ ദുശാഠ്യത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, നിനക്ക് വചനപണ്ഡിതന്മാർ പല പല വാക്കുകളുമായിട്ടൊക്കെ വരുമായിരിക്കും. എന്തായാലും എനിക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലായത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഞാനത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം ഓർക്കുക. ഞാൻ വലിയ വചനപണ്ഡിതയൊന്നുമല്ല, എന്നാൽ എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നതാണ്. കാരണം പലപ്പോഴും ആഭരണം ഇടരുത് എന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും ദൈവം എന്നോട് ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ദൈവത്തോട് സംശയം ചോദിച്ചിട്ടുണ്ട്. മറ്റുള്ളവരൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ, ഞാൻ എവിടെയോ എൻ്റെ ഒരു സാക്ഷ്യം പറഞ്ഞിരുന്നല്ലോ എന്ന് ഞാൻ തൊട്ടുപോയിരുന്നു ആഭരണത്തിനെ കുറിച്ച്. അപ്പോൾ അപ്പോഴെന്താണ്, അപ്പോൾ അതുകൊണ്ടായിരിക്കണം ദൈവം എനിക്ക് ഈ ഒരു വിഷയങ്ങളൊക്കെ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഏറ്റെടുക്കുന്നവർക്ക് ഏറ്റെടുക്കാം, വിമർശിക്കുന്നവർക്ക് വിമർശിക്കും. അതെന്തുമാകട്ടെ, അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. എനിക്കുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞു അത് ആർക്കെങ്കിലും പ്രയോജനമാകുന്നെങ്കിൽ അവർക്കത് പ്രയോജനമാകട്ടെ. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അവിടെ വെച്ചിട്ട് എന്താണ്, ഇസ്രായേൽ മക്കൾ ആഭരണം ഊരിയെന്നും പിന്നെ അടുത്തത് പറയാണ്, ഹോരേബ് പർവ്വതത്തിൽ തുടങ്ങിയ ഇസ്രായേൽ മക്കൾ ആഭരണങ്ങൾ പിന്നെ ധരിച്ചിട്ടേ ഇല്ല എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ അവർ ധരിക്കുന്നുണ്ടാകും. അതൊക്കെ എവിടുന്ന് വന്നു, എപ്പോഴും ധരിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, അവർ ചിതറിപ്പാർത്ത ജനങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ അവർക്ക് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അവർ ധരിച്ചതായിരിക്കാം. ഓക്കെ, എനിവേ അതെല്ലാം അവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ ഊരിയ പുറപ്പാട് പുസ്തകത്തിൽ ഊരാൻ പറഞ്ഞ ദൈവം പിന്നെ എവിടെയും അവരോട് ധരിക്കാനും പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. എനിവേ അതെല്ലാം അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾക്കറിയാം അതിനുശേഷം എന്താണ്, ഇവരോട് പിന്നെ എന്താണ്, മോശ ഇത് കൊടുക്കുന്നു, അവർക്ക് ഇത് എന്താ പറയുക, കൽപ്പലകൾ കൊടുക്കുന്നു, അതിൻ്റെ നിയമങ്ങളും നിയമ സംവിധാനങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം എന്താണ്, സമാഗമന കൂടാരത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് അവർ വരികയാണ്. അപ്പോൾ എന്താ, ദൈവം ചിലരെ ജ്ഞാനാത്മാവിനാൽ നിറയ്ക്കുന്നു. അവരെന്താണ്, സമാഗമന കൂടാരം ദൈവം പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ പൂർത്തീകരണം നടക്കുന്നതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അതിന് മുൻപേ ഉണ്ട് എന്താണ്, ഈ മോശ എന്താണ് ദൈവത്തോട് പറഞ്ഞു, നിനക്ക് എന്നോട് കൃപ തോന്നുന്നുണ്ട് എങ്കിൽ എന്താണ്, നിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂട്ടത്തിൽ പോരണം എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറയുന്നു, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരുമെന്നൊക്കെ മോശയോട് പറയുന്നുണ്ട് അല്ലേ. അതിനുശേഷം എന്താണ്, മോശ ദൈവത്തോട് കുറച്ചും കൂടെ, ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് അല്ലേ, സ്നേഹം കൂടുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് അടുപ്പം കാണിക്കും എന്ന് പറയുന്നത് പോലെ മോശയ്ക്ക് ദൈവം മോശയോട് കരുണ കാണിച്ചു, കൃപയുണ്ട്, എനിക്ക് നിന്നോട് കൃപയുണ്ടെന്നൊക്കെ ദൈവം പറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹം അങ്ങ് ലഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മോശ പറയാം, എനിക്കങ്ങേ കാണണം അല്ലേ. ചില കൊച്ചു കുഞ്ഞുങ്ങൾ ഷാട്ടി പിടിക്കുന്നത് പോലെ എനിക്കങ്ങേ കാണണം, എനിക്കങ്ങേ കാണണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം അവിടെയും നോ പറഞ്ഞില്ല അല്ലേ. മോശയോട് പറഞ്ഞു, പിന്നെ എന്നെ കാണാനൊന്നും പറ്റത്തില്ല, പക്ഷേ നിനക്ക് എൻ്റെ അടുത്തൊരു സ്ഥലമുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യണം. എൻ്റെ അടുത്തൊരു സ്ഥലമുണ്ട്, ആ പാറയുടെ പിളർപ്പിൽ ഞാൻ നിന്നെ ഒളിപ്പിക്കും, എന്നിട്ട് ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും, എന്നിട്ട് എൻ്റെ പിൻഭാഗം നീ കാണുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എന്നെ മുഴത്തോടെ കാണുന്ന എൻ്റെ മുഖം കാണുന്നവർക്ക് ജീവിച്ചിരിക്കുവാൻ പറ്റത്തില്ല എന്ന് ദൈവം അവിടെ പറയുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ അടുത്തൊരു സ്ഥലമുണ്ട്. അതെന്താണ്, പാറ. ആ പാറ എന്താണ്, അത് പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്കതറിയാം, ആ പാറ ക്രിസ്തുവായിരുന്നുവെന്നും അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതെന്താണ്, ആ പാറ എന്ന് പറയുന്നത് എൻ്റെ അടുത്തുള്ള സ്ഥലമായ ആ പാറയുടെ പിളർപ്പ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെയാണ് അവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. അത് നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അല്ലേ. അധികാരമുള്ളവൻ വരുമ്പോഴും ചെങ്കോൽ യഹൂദയിൽ നിന്ന് മാറിപ്പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. അവിടെയും യേശു ക്രിസ്തുവിനെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ പുറപ്പാട് പുസ്തകത്തിലും യേശു ക്രിസ്തുവിനെ തന്നെയാണ് ഇവിടെ പാറ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഇതിൽ നിന്ന് റെഫറൻസ് എടുത്തൊന്ന് കണക്ട് ചെയ്ത് ആ ഒരു വിഷയം വിശദമായി സംസാരിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ട് മാത്രം പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയല്ലേ. എന്നിട്ട് മോശ എന്ത് ചെയ്തു, മോശയ്ക്ക് ദൈവത്തെ കാണുവാനായിട്ട് കഴിഞ്ഞു അല്ലേ. അതിനുശേഷം ദൈവം വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറയുന്നുണ്ട്. മോശയോട് കൃപ തോന്നുന്ന കൂട്ടത്തിൽ പറയുക, എനിക്ക് കൃപ തോന്നണമെന്നുള്ളവരോട് ഞാൻ കൃപ കാണിക്കും, എനിക്ക് കരുണ കാണിക്കണമെന്നുള്ളവരോട് ഞാൻ കരുണ കാണിക്കണമെന്ന് ദൈവം അവിടെ മോശയോട് പറയുകയാണല്ലേ. എന്ന് വെച്ചാൽ മോശയോട് ദൈവത്തിന് അങ്ങ് കൃപ തോന്നിയെന്നേ. ഇന്നത്തെ അതിവിശുദ്ധന്മാരായിട്ടുള്ളവർ വേണമെങ്കിൽ പറയും, കർത്താവെ പറ്റത്തില്ല, മോശനെ ഒന്നും തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, മോശ അവിടെ ഒരു ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്നിട്ട് എങ്ങോട്ട് ഓടിപ്പോയവനാ, മിദ്യാന്യരുടെ അടുത്തോട്ട് ഓടിപ്പോയവനോ. മിദ്യാനി പുരോഹിതൻ്റെ അതുമല്ല, എന്നിട്ട് അവിടെ ചെന്നിട്ട് വേറെ ഒരു അന്യജാതിക്കാരത്തെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുകയും ചെയ്തു. അതിനുള്ള മുറിവുറുപ്പുകളൊക്കെ അവരുടെ കൂട്ടത്തിലുള്ള അഹരോനും മിരിയാമും ഒക്കെ ചെയ്തത് നമ്മൾ തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ അല്ലേ. അപ്പോൾ അവിടെയും ഒരു പിറുവിറുപ്പ് വന്നു. അപ്പോൾ ഇന്നത്തെ വിശുദ്ധന്മാരുമാണെങ്കിൽ പറഞ്ഞതിന് എന്ത് ചെയ്തേനെ, മോശനെ തിരഞ്ഞെടുക്കരുത്, അവൻ്റെ ഹിസ്റ്ററി എന്താണ്, ശരിയല്ല, അവൻ്റെ ഹിസ്റ്ററി ശരിയല്ല എന്ന് ഇന്നത്തെ അതിവിശുദ്ധന്മാർ പറയുമായിരുന്നു. പക്ഷേ അവിടെ ദൈവം പറഞ്ഞിരിക്കുക, എനിക്ക് കൃപ തോന്നിയെന്നേ, മോശയോട് എനിക്ക് കൃപ തോന്നി, അവൻ്റെ ഹിസ്റ്ററി എന്തുമാകട്ടെ, എനിക്ക് അവനോട് കൃപ തോന്നി, എനിക്ക് അവനോട് കരുണയും തോന്നി. ആരാ ചോദിക്കാൻ? അത് തന്നെയല്ലേ അതിൻ്റെ ഉത്തരം അല്ലേ. എന്ന് വെച്ചാൽ നമ്മളൊന്ന് മനസ്സിലാക്കുക, നമ്മളുടെ ഇന്നലകളൊക്കെ എന്തുമാകട്ടെ,
നമ്മൾ ദൈവത്തോട് പറയുക, ദൈവമേ അങ്ങയുടെ തിരുരക്തം കൊണ്ട്, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ ഒന്ന് കഴുകണമേ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് കഴുകൽ പ്രാപിച്ച് നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളോട് നിശ്ചയമായിട്ടും കൃപ തോന്നും. കാരണം ഇന്നത്തെ പുതിയ നിയമ ക്രിസ്ത്യാനികളുടെ മുഴുവൻ നിലനിൽപ്പ് എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കരുണയുമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾക്ക് ഇനിയും വൈകിപ്പോയിട്ടില്ല. നമ്മൾ ദൈവത്തോട് അടുത്ത് വരുവാൻ തയ്യാറാകുക. ഇന്നലെ വരെയുള്ളതൊക്കെ മറക്ക്, അതൊക്കെ ദൈവത്തിൻ്റെ കരത്തിലോട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് അതിനെയൊക്കെ ഒന്ന് കഴുകി ഇന്നു മുതൽ നമ്മൾ പുതുക്കത്തോടെ ജീവിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയാവോ? ദൈവത്തിന് നമ്മളോട് കൃപ തോന്നും, ദൈവത്തിന് നമ്മളോട് കരുണ തോന്നും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. കാരണം ഈ പുതിയ നിയമത്തിൽ എപ്പോഴും എന്താണ്? നമ്മൾക്ക് ദൈവത്തിൻ്റെ കൃപാസനത്തോട് അടുത്ത് വരുവാൻ എപ്പോഴും ഓപ്പണാണ്, അല്ലേ? കൃപാസനം എപ്പോഴും ഓപ്പണാണ്, അത് അടച്ചിട്ടിരിക്കുകയല്ല. നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെല്ലാം. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇവിടെ മോശയ്ക്ക് അത് തന്നെയാണ് സംഭവിച്ചത്. മോശയോട് ദൈവത്തിന് എന്ത് തോന്നി? കൃപ തോന്നി. അതിലപ്പുറം ദൈവം പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എന്താണ്? സൗമ്യനായ മനുഷ്യനാണ് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? മോശയെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത് സൗമ്യന. അവന് ഒച്ചയും ബഹളവും പരിപാടികളൊന്നുമില്ല. ദേഷ്യമൊക്കെ വന്നു. എപ്പോഴാണ് വന്നത്? ദൈവത്തിൻ്റെ കാര്യത്തിൽ അവന് ദേഷ്യം വന്നത്. പക്ഷേ അവനെക്കുറിച്ച് ദൈവം കൊടുത്തിരിക്കുന്ന മൊത്തത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? സൗമ്യന. അപ്പോൾ മോശയിൽ ദൈവത്തിന് ഇഷ്ടം തോന്നിയ മെയിൻ കാരണം എന്താണ്? അവൻ്റെ ആ സൗമ്യതയാണ് ദൈവത്തിന് ഇഷ്ടമായത്. നമ്മളൊക്കെ ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ അങ്ങയുടെ ആ ഒരു സൗമ്യതയുള്ള സ്വഭാവം, അങ്ങേക്ക് ഇഷ്ടം തോന്നുന്ന മോശയെ പോലെ ആ സൗമ്യതയുള്ളൊരു സ്വഭാവം കർത്താവേ അവിടുന്ന് എനിക്ക് തരണമെന്ന് നമ്മളുടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലേ? യേശുക്രിസ്തു സൗമ്യന, അവന് ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാക്കുന്നവനല്ല എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് ചോദിക്കണം, ദൈവമേ ഒരു സൗമ്യതയുള്ളൊരു സ്വഭാവം എനിക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്തത് ഞാൻ നിങ്ങളെ ഉപദേശിക്കേണ്ട കാര്യം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവം ഒരു സൗമ്യതയുള്ളൊരു സ്വഭാവം എനിക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കിട്ടുമെന്നല്ല, കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ദൈവം നമ്മളെ പഠിപ്പിച്ച് ഒരു സൗമ്യതയുള്ളൊരു സ്വഭാവത്തിന് ഉടമകളാക്കി ദൈവം നമ്മളെ മാറ്റും. അത് നമ്മൾ ദൈവത്തോട് ചോദിച്ച് മേടിക്കുക. എന്നിട്ട് അതിനുശേഷം നമ്മൾക്കറിയാം അവരുടെ സമാഗമന കൂടാരത്തിൻ്റെ പണിയൊക്കെ പൂർത്തിയാകുന്നു. അപ്പോൾ ഈ സമാഗമന കൂടാരത്തിൽ ദൈവത്തിൻ്റെ തേജസ് വരുന്നു, അല്ലേ? ദൈവത്തിൻ്റെ തേജസ് അവിടെ വരുന്നു. അപ്പോൾ മോശ ദൈവത്തോട് ചെന്ന് കാര്യങ്ങൾ മോശയോട് ദൈവം സംസാരിക്കുന്നു. അപ്പോഴും എന്താണ്? മോശയുടെ മുഖം പ്രകാശിക്കും. അപ്പം മൂടുപടം ഇട്ടുകൊണ്ടൊക്കെ പോകുന്നു. അതൊക്കെ നമ്മൾ കണ്ടതാണ്, അതൊക്കെ അതിനകത്തുണ്ട്. അതിനുശേഷം എന്താണ്? അതിനുശേഷം തിരുനിവാസത്തിൽ നിന്ന് മേഘം പൊങ്ങുമ്പോൾ, അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം പൊങ്ങുമ്പോൾ ഇവർ യാത്ര തിരിക്കും. പിന്നെ അത് മേഘം അവിടെ തന്നെ നിൽക്കുമ്പോൾ എന്താണ്? ഇവരുടെ യാത്ര അവർ അവിടെ കൂടാരമടിക്കും. അങ്ങനെയാണ് ഇവരുടെ ആ ഒരു പുറപ്പാട് പുസ്തകം ഇങ്ങനെ അവിടെ കൊണ്ടാണ് അവസാനിക്കുന്നത്. അതായത് സമാഗമന കൂടാരത്തിൻ്റെ പൂർത്തീകരണം, അതിലൂടെയാണ് പുറപ്പാട് പുസ്തകം അവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ഫൈനലി ഞാൻ ഒന്നും കൂടെ അതിനൊരു ഇൻട്രൊഡക്ഷൻ ഒന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഈ പുറപ്പാട് പുസ്തകത്തിനകത്ത് നമ്മൾ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഫൈനലി ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഫറവോന്റെ അടിമത്തം, അല്ലേ? ഒന്നാമത്തത് ഒരു 6 കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഒന്നെന്താണ്? ഫറവോന്റെ അടിമത്തം. രണ്ടാമത് മോശയുടെ വിളിയും തെരഞ്ഞെടുപ്പും. പിന്നെ മൂന്നാമത്തത് 10 ബാധകളാൽ മിസ്രയീമിലെ ദൈവം ഫറവോനെയും അവിടുത്തെയുള്ള ജനങ്ങളെയും ദണ്ഡിപ്പിക്കുന്നത്. പിന്നെ പെസഹായും പുറപ്പാടും. അതിനുശേഷം സീനായി ഉടമ്പടി, അല്ലേ? സീനായി മലയിൽ വെച്ചുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി, അല്ലേ? കുറേ ഉടമ്പടികൾ ജനത്തിന് കൊടുക്കുന്നു, അല്ലേ? ഉടമ്പടി. അതിനുശേഷം ടബർനാക്കൾ സമാഗമന കൂടാരം അവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്, പണി കഴിപ്പിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ഒരു പുറപ്പാട്, അല്ലേ? പുറപ്പാടിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ, അല്ലേ, നമ്മുടെ ദൈവത്തെ പഴയതൊക്കെ വിട്ട് നമ്മുടെ ദൈവത്തോടിൻ്റെ കൂടെ ഒരു പുറപ്പാടിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ചിലതൊക്കെ നമ്മൾ മാറ്റിക്കളയണം, അല്ലേ? നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ചിലതൊക്കെ നമ്മൾ മാറ്റിക്കളയണം. ചിലതൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയിലോട്ട്, അല്ലേ? ദൈവത്തിൻ്റെ ആദ്യാവസാനം അങ്ങനെയാണ്. ദൈവവുമായിട്ടൊരു ഉടമ്പടി ഉള്ളവനെ ദൈവം എന്ത് ചെയ്യത്തുള്ളൂ? ദൈവം പരിപാലിക്കത്തുള്ളൂ. കാരണം ഉടമ്പടി ഇല്ലാതെ ദൈവത്തിന് മുന്നിൽ ഒരു പ്രവൃത്തിയുമില്ല കേട്ടോ. നമ്മൾ പുതിയ നിയമത്തിൽ ചില ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ, ന്യൂ ജനറേഷൻ തിയോളജി പഠിപ്പിക്കുന്നവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഒന്നിൻ്റെയും ആവശ്യമില്ല, നമുക്കങ്ങ് കൃപ അങ്ങ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സത്യമാണ്, കൃപ ഒഴുകും. എവിടെയാ? ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ നിൽക്കുന്നവൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ ഒഴുകും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല കേട്ടോ. കാരണം നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം. ഇനി പറയും എല്ലാം സൗജന്യമായിട്ടാണ് ദൈവം തന്നിരിക്കുന്നത്, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ലെന്ന് ചിലർ പറയും. ഈ സൗജന്യമായിട്ട് തന്നത് രക്ഷയാണ്. മനസ്സിലായില്ലേ? നമ്മൾക്ക് രക്ഷിക്കപ്പെടുവാനുള്ള രക്ഷ തന്നിരിക്കുന്നത് സൗജന്യമായിട്ടാണ്. അതിനുവേണ്ടി നമ്മളൊന്നും വില മുടക്കണം, നമ്മളൊന്നും ചെയ്യേണ്ട. രക്ഷ സൗജന്യമാണ്. എന്നാൽ ഈ രക്ഷ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളും കുറച്ച് വിലയൊക്കെ മുടക്കിയേ ശരിയാകത്തുള്ളൂ. അതാണ് ഈ പുറപ്പാട്, അല്ലേ? നമ്മളുടെ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മളുടെ പുറപ്പാടാണ്. പഴയതിനെ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനോട് കൂടി ഒരു പുതിയ വീണ്ടും ജനനം പ്രാപിച്ചിട്ടുള്ള ഒരു പുറപ്പാട്, പുതിയ പുറപ്പാട്, അല്ലേ? അന്നത്തെ അവരുടെ പുറപ്പാട് എങ്ങോട്ടായിരുന്നു?
കാനാൻ ദേശത്തേക്ക്, അല്ലേ? അത് അക്ഷരികമായിട്ടുള്ള കാനാൻ ദേശത്തേക്കുള്ള അവരുടെ പുറപ്പാടായിരുന്നു അത്. എന്നാൽ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ എന്താണ് നമ്മളുടെ പുറപ്പാടെന്ന് പറയുന്നത്? നിത്യസിയോനിലേക്ക്, അല്ലേ? യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ എടുക്കപ്പെടുന്ന ആ നിത്യത്തിലേക്കുള്ള പുറപ്പാട്, അല്ലേ? അപ്പോൾ ആ പുറപ്പാടിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ, അത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഇതേപോലെ തന്നെ ചില ഉടമ്പടികൾ ദൈവവുമായിട്ട് ചെയ്യണം. ചിലതൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കണം. ചില ഉടമ്പടികളിലേക്ക് വന്ന് സമാഗമന കൂടാരത്തോട്, കൃപാസനത്തോട് അടുത്ത് വരുവാൻ നമ്മളെ തന്നെ ഒരുക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ പുറപ്പാട് പുസ്തകം ഇവിടെ ഞാനൊന്ന് തൊട്ട് ഓടിച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഫൈനലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.